ഞാനിതിങ്ങനെ പഠിക്കാൻ പോകുന്ന സമയത്തും എൻ്റെ കൂടെയുള്ള പലരും PSC ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. ഒന്നെങ്കിൽ PSC എടുക്കാൻ നേരത്തെ വിചാരിക്കും QSനത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതായിരിക്കും നമ്മുടെ ഭാവി. ഞാൻ നോക്കിയപ്പം കുഴപ്പമില്ല, അന്നേരം എങ്ങനെ നല്ല രീതിയിൽ അതിനകത്ത് ക്ലാസ്സൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. രണ്ട് മൈൻഡ് നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് ഒന്നിലോട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പം മനസ്സിലായി നമുക്ക് ഒരു നല്ലൊരു ഭാവിയുണ്ട്. ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുമ്പം നമുക്ക് മനസ്സിലായി ഞാൻ എടുത്ത തീരുമാനം എന്തുകൊണ്ടും നല്ലതായിരുന്നു എന്നുള്ളത്. എൻട്രിയുടെ എൻജിനീയറിംഗ് അപ്സ്കില്ലിംഗ് ജോബ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്, അതേപോലെ തന്നെ പ്രൗഡുമാണ് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് എൻട്രി. ബിക്കോസ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ എൻട്രിയിൽ തന്നെ പഠിച്ച് പ്ലേസ് ആയിട്ടുള്ള അനശ്വരയാണ്. സോ വെൽക്കം അനശ്വര ടു ദിസ് പോഡ്കാസ്റ്റ്. സോ ഞാൻ ഫർദർ അനശ്വരയെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നേരിട്ട് അനശ്വര തന്നെ പറഞ്ഞോളൂ. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഞാനൊരു 2018 BTech പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം QSനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി, ഇങ്ങനെ QS പഠനത്തെക്കുറിച്ച്. അന്നേരമാണ് ഞാനാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കയറുന്നത്, രാജശില്പി എന്ന് പറഞ്ഞ കൊട്ടാര ഒരു കമ്പനിയിൽ കയറുന്നത്. അവിടെ ഏകദേശം ഒരു 4-5 വർഷത്തോളം അവിടെ നിന്നായിരുന്നു. അപ്പം കൊറോണ ടൈമൊക്കെ ആയി. ആ ഒരു ടൈമിലാണ് ഇങ്ങനെ നമുക്ക് ഹൈറൈസ് ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. അന്നേരമാണ് ഞാനിങ്ങനെ ഒരു ആഡ് കണ്ടത് QSനകത്ത്, ഇങ്ങനെ എൻട്രി ആപ്പിനകത്ത് ഒരു QSൻ്റെ ഇതുണ്ടെന്ന്. അങ്ങനെ ഞാൻ ജസ്റ്റ് കോൾ ചെയ്ത് നോക്കി. അപ്പം കുഴപ്പമില്ല, നമുക്ക് EMI വെച്ചിട്ട് നമുക്ക് ചെയ്തു പോകാമെന്ന് അറിഞ്ഞ് അങ്ങനെ ഞാനാണെങ്കിൽ ജോയിൻ ചെയ്തു. ഒരു 6 മന്ത് കോഴ്സായിരുന്നു. അതിനകത്ത് അന്ന് ഒരു ഏകദേശം ഒരു 20,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വില്ല ഉണ്ടായിരുന്നു. അത് ആക്ച്വലി അത് കണ്ടപ്പോൾ എനിക്കൊരു ഇതായിരുന്നു, എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പ്രോജക്റ്റ്. പക്ഷേ അത് സിമ്പിളായിട്ട് മറ്റേ സാറ് എടുത്തുന്നത്, പകരത്ത് നിന്ന് സാറ് എടുത്തുന്നത് നല്ല അടിപൊളിയായിട്ടായിരുന്നു. കാരണം പറഞ്ഞാൽ എനിക്ക് എന്നിട്ട് നമ്മൾ സാധാരണ കോമൺലി ചെയ്തു പോകുന്നതിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ മനസ്സിലായി. അപ്പോഴാണ് നമ്മളെയും കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുന്നത്. എനിക്ക് ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ സമയത്ത് ഹൈറൈസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോകുന്നത്. 2024 ഏകദേശം ഒരു ഏപ്രിൽ മാസത്തിലോളാണ് ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നത്. BTech പാസ് ഔട്ട് ആവുന്നത് ഏത് വർഷം? 2018. ഡിപ്ലോമയും പഠിച്ചിട്ടുണ്ട്. ഡിപ്ലോമ 2015 പാസ് ഔട്ടായി. അതിനുശേഷം ലാറ്ററൻറ്റ് വഴി കയറുന്നു. 2018 BTech പാസ് ഔട്ടായി. എന്നിട്ട് ഒരു എന്താ പറയുക, കമ്പനിയിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊരു ആ ജോയിൻ ചെയ്ത ആ കമ്പനിയെക്കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കി ഞാൻ ഈ ഒരു കരിയറിലേക്ക് തന്നെ ആണ് പോകുന്നതെന്നുള്ളൊരു കംപ്ലീറ്റ് ഐഡിയയിലാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ജോലിക്ക് കയറാം? എനിക്കാണെങ്കിൽ കൂടുതലായിട്ട് ഇഷ്ടം ഓഫീസ് വർക്കായിരുന്നു. അപ്പം മറ്റേ സൈറ്റ് വർക്കിനെക്കാട്ടൊക്കെ നല്ല. അന്നേരം അങ്ങനെയാണ് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എല്ലാവർക്കും കൂടുതൽ ഇത് വരുന്നത് പറഞ്ഞാൽ QSനകത്തോട്ട് ഇത് വരും. കാരണം നമുക്ക് ഓഫീസ് വർക്കാണ്. പിന്നെ അതുപോലെ തന്നെ QSൻ്റെ മാത്രമല്ല ബിൽഡിംഗ് എഞ്ചിനീയർ അങ്ങനെ ഉണ്ട്. അപ്പം പണ്ടേ പഠിക്കുന്ന സമയത്ത് എനിക്ക് QS എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് നമ്മൾ പഠിക്കുന്ന രീതി ആയിരിക്കത്തില്ലല്ലോ നമ്മൾ വർക്കിലോട്ട് കയറുമ്പോൾ. അപ്പം ഞാൻ അതുകൊണ്ടാണ് രാജശില്പി എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കയറുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അതായത് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു. അപ്പം റെസിഡൻഷ്യൽ ബിൽഡിംഗ് മാത്രം പഠിച്ചുകൊണ്ട് നമ്മുടെ കരിയറിൽ നമുക്കൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് എത്താൻ പറ്റത്തില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ കുറേ ഇതൊക്കെ നേരിടേണ്ടി വരത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ളത് നോക്കാമെന്ന് വിചാരിച്ചത്. ആ ഒരു സമയത്താണ് എൻ്റെ കണ്ണിൽ ഈ QSൻ്റെ ആ ഒരു ആഡ് കാണുന്നത്. ഞാൻ ഇപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി സർവേനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടായിരുന്നു. സിലബസിൽ പഠിക്കാനുണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു? വാസ്റ്റ് ആയിട്ട് പഠിച്ചിരുന്നോ? അത് വളരെ ചെറുത്, അതായത് ഒരു ചെറിയൊരു 2 ബെഡ്റൂം ഒക്കെ ഉള്ളവരിൻ്റെ ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നമ്മളതിനകത്ത് പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ തൊട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് വരെ ഉള്ളത് പഠിക്കുന്നുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് ആ ഒരു എങ്ങനെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ആ റൂള് അതൊന്നുമില്ല നമുക്ക് പഠിക്കാനായിട്ട്. നമ്മൾ പ്ലാസ്റ്ററിങ്ങിനകത്ത് ആ ഓപ്പണിങ് ഡിഡക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൂ. നമ്മളങ്ങനെ ഇപ്പം ഞാൻ ആക്ച്വലി പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിന് പ്രത്യേകിച്ച് റൂളുണ്ട്. ആ റൂൾ അനുസരിച്ചാണ് ഡിഡക്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇപ്പം പൊതുവെ നോക്കുമ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നിട്ട് റേറ്റ് അതിനനുസരിച്ച് മാറിപ്പോവും. അപ്പോൾ ഒരു കറക്റ്റ് ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിലബസിൽ നിന്ന് പഠിക്കുന്നത് മാത്രമല്ല, പുറമെ അല്ലാതെ പഠിച്ചപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് തന്നെ. സോ എൻട്രിയെ കുറിച്ച് അറിഞ്ഞതൊരു ആഡ് വഴി ക്വാണ്ടിറ്റി സർവേ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു. അതിന് മുന്നേ വേറെ ഏതെങ്കിലും കോഴ്സസിന് വേണ്ടിയിട്ട്, ലൈക്ക് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം
ഒബ്വിയസ്ലി നമ്മൾ ജസ്റ്റ് ഒരു ആഡ് കണ്ടതായിരിക്കില്ലല്ലോ. വേറെയും കുറേ കോഴ്സസ് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവാം, സിമിലർ ക്വാണ്ടിറ്റി സർവേയിങ് മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെയും നോക്കിയിട്ടുണ്ടാവാം. അപ്പം എങ്ങനെയാണ് ആ എൻട്രി എന്ന് പറയുന്ന ആ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതിനെന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെൻ്റ് ഉണ്ടായിരുന്നോ? ആക്ച്വലി എനിക്കാണെങ്കിൽ ഇങ്ങനെ ഞാനിതിങ്ങനെ പഠിക്കാൻ പോകുന്ന സമയത്തും എൻ്റെ കൂടെയുള്ള പലരും PSC ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. ഒന്നെങ്കിൽ PSC എടുക്കാൻ നേരത്തെ വിചാരിക്കും QSനത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതായിരിക്കും നമ്മുടെ ഭാവി എന്ന് വിചാരിക്കും. പിന്നീട് QS പഠിക്കാൻ നേരത്തെ വിചാരിക്കും അയ്യോ PSC എല്ലാവരും പഠിക്കുന്നു, ഓരോരുത്തർ ലിസ്റ്റിൽ വീഴുന്നു. അങ്ങനെ ഒരു ഡുവൽ മൈൻഡായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഞാൻ കറക്റ്റായിട്ട് ആ QSൻ്റെ കണ്ടിട്ട് ഞാൻ ചേട്ടനോട് ഇങ്ങനെ പറയും, ചേട്ടാ ഇത് അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പം അന്ന് എനിക്കൊന്ന് 24,000 ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ആ ഒരു മാസം നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, ഒരു 2,000 നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ ഇതുപോലെ ഞാൻ വിളിച്ചായിരുന്നു, 24,000 ആണ്, നമുക്ക് EMI ഉണ്ട്, അത് നമുക്ക് അഫോർഡബിൾ ഏകദേശം ഒരു 1,000 അത്രയൊക്കെ വരുന്നുള്ളായിരുന്നു. 2,000 സംതിങ് ഉണ്ടായിരുന്നു മാസം വരുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് എങ്ങനെയാ ആഴ്ചയിൽ 3 ദിവസമാണ്, രാത്രിയിലാണ്, അതായത് ഒരു 8 to 9 ആ ഒരു സമയത്താണ് ക്ലാസ് വരുന്നത്. അപ്പം കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. അന്നേരം ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു. അവർ നമുക്കൊരു ചെറിയൊരു എങ്ങനെ ക്ലാസ്സിൻ്റെ ഒരു അവലോകനത്തെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് തന്നു. ഞാൻ നോക്കിയപ്പം കുഴപ്പമില്ല. അന്നേരം എങ്ങനെ നല്ല രീതിയിൽ അതിനകത്ത് ക്ലാസ്സൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്താ രണ്ട് മൈൻഡ് നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് ഒന്നിലോട്ട് അങ്ങ് ഇറങ്ങാം എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ അതിലോട്ട് അങ്ങ് ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞപ്പം മനസ്സിലായി നമുക്ക് ഒരു നല്ലൊരു ഭാവിയുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ QS ഫീൽഡ് നല്ല സ്കെയിലിലോട്ട് നമുക്ക് എത്താൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ എങ്ങനെ വെറുതെ നമ്മൾ PSC നോക്കി നിന്നിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത്രയും ഒരു വർഷം നമുക്ക് പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മളിപ്പം പഠിച്ചു പോകുന്നതിനോടൊപ്പം നമ്മളുടെ ജോലിയോടെ കിട്ടിക്കഴിയുമ്പം ഓക്കെയാണ്. കാരണം എക്സ്പീരിയൻസ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആയി അത് നമ്മുടെ ലെവൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ QSലോട്ട് അങ്ങ് ഇറങ്ങുന്നത്. ഇപ്പോൾ പറഞ്ഞ പോയിന്റ്, ഇപ്പം നമ്മൾ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കോഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ലൈഫിലെ എവിടെയാണെങ്കിലും നമ്മുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പം എന്നെ പോലെ ഒരുപാട് ആൾക്കാർ കാണും. കാരണം എനിക്കാണെങ്കിൽ കംഫർട്ട് സോൺ വിട്ട് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇറങ്ങിപ്പോയിട്ട് എങ്ങും എത്തിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരായാലും നമ്മളെ കുറ്റപ്പെടുത്തുമല്ലോ എന്നൊരു ചിന്ത ഉണ്ടായതുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ നേരത്ത് രണ്ടും കൽപ്പിച്ചെടുക്കണം. ഏതായാലും ഞാൻ എടുത്ത ഡിസിഷൻ നന്നായിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഞാൻ എടുത്ത തീരുമാനം എന്തുകൊണ്ട് നല്ലതായിരുന്നു എന്നുള്ളത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ കോഴ്സിന് ജോയിൻ ചെയ്യുന്നല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വർക്കിൻ്റെ ഒരു പ്രഷർ, അതേപോലെ തന്നെ ഫാമിലിയിൽ എന്താ പറയുക, ആസ് എ ബീയിങ് എ ലേഡി പേഴ്സൺ, അപ്പം എന്താ പറയുക വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവും നോക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റിയത്? സോ എന്തായാലും നമ്മൾ കുറച്ച് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന മാത്രമല്ലല്ലോ, അത് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, പ്രൊജക്ട്സ് ഉണ്ടാവും. സോ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ചില സ്റ്റുഡൻസ് പറയാറുണ്ട് ചിലപ്പം അസൈൻമെൻറ്റ്സ് തീർക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ടൈം മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ വളരെ കോമൺ ആണ് എല്ലാവർക്കും. അപ്പം എങ്ങനെയാണ് അനശ്വര അതിനെ ഓവർകം ചെയ്തത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് നേരിട്ടത്? എനിക്കാണെങ്കിൽ ഇപ്പം തിങ്കൾ ബുധൻ വെള്ളി 3 ദിവസങ്ങളിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അത് രാത്രി ഒരു 8 മണി മുതൽ ആ ടൈമായിരുന്നു, 1 മണിക്കൂർ നേരം ക്ലാസ്. അപ്പം അന്നത്തെ ക്ലാസ് ഞാൻ മാക്സിമം അന്നൊരു 10-12 മണി വരെ ഇരുന്നിട്ട് അന്ന് എന്തെങ്കിലും അസൈൻമെൻ്റ് ഉണ്ടെങ്കിൽ അത്രയും അങ്ങ് തീർക്കുമായിരുന്നു. പിറ്റേന്ന് പിന്നെ എനിക്കൊരു മോനുണ്ടായിരുന്നു. മോന് ആ സമയത്ത് എനിക്കൊന്ന് 2 വയസ്സ് ആ ഒരു സമയമായിരുന്നു. അപ്പം വീട്ടിൽ നമുക്ക് എല്ലാവരും ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പം ക്ലാസ്സിന് കയറുന്ന സമയത്തായാലും അമ്മ കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ കൊട്ടാരക്കര ഞാൻ പോകുന്ന സമയത്ത് അവിടുത്തെ സാറ് കുറച്ച് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം ഇൻ കേസ് നമുക്ക് വർക്കില്ലാതിരിക്കുന്ന സമയത്ത് സാറ് തന്നെ നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരു പഠിക്കാൻ എന്തുകൊണ്ടും ഞാനവിടെ മെയിനായിട്ട് പഠിക്കാൻ കയറിയതല്ലായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ സാറിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫ്രീ കിട്ടുന്ന ടൈമുകളിൽ അവിടെ നിന്ന് നമുക്ക് ഈ അസൈൻമെൻ്റ് ഒക്കെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അസൈൻമെൻറ്റ് അതൊക്കെ ചെയ്ത് തീർക്കാൻ എനിക്ക്
കഴിഞ്ഞായിരുന്നു. പിന്നീട് നമുക്ക് വീട്ടിൽ വന്നിട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇരുന്ന് എന്തായാലും എനിക്ക് കറക്റ്റ് ആ പറയുന്ന ആ ടൈമിൽ തന്നെ എനിക്കത് തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തു, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാനത് ആ ഒരു ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പൊതുവേ നമ്മൾ ഒരു ഓൺലൈൻ കോഴ്സിലേക്ക് ഒരു തീരുമാനം അല്ലെങ്കിൽ അതിലേക്ക് ചേരുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോയ്സും കൂടെ. കാരണം നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പം ഓൺലൈനിലിരിക്കുമ്പോൾ ബേസിക്കലി നമ്മുടെ എഫേർട്ടും കുറച്ച് കൂടുതലാണല്ലോ. ഓഫ്ലൈനിലാവുമ്പോൾ എന്തായാലും നമ്മൾ അവിടെ ചെന്നിരുന്ന് പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിലുണ്ട്. ഇതങ്ങനെയല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ കയറിയിരുന്ന് നമ്മളാണ് കംപ്ലീറ്റ് നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം ഇത് ആദ്യം ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ ഓഫ്ലൈൻ പോയി പഠിക്കണോ ഓൺലൈൻ പോയി പഠിക്കണോ? എനിക്ക് ആക്ച്വലി ഞാൻ ആദ്യം ഒരു ഓഫ്ലൈനെ കുറിച്ച് അറിഞ്ഞിരുന്നു. ഞാൻ കൊല്ലത്ത് പോയി ഇങ്ങനെ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 45,000 രൂപയായിരുന്നു അവർ ഇത് പറഞ്ഞത്. അത് എനിക്ക് കുറച്ച് വലിയൊരു തുകയായിട്ട് തോന്നിയായിരുന്നു. ആ സമയത്താണ് ഓൺലൈനിൽ ഇത് കാണുന്നത്. അപ്പം പിന്നെ എനിക്ക് ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നമുക്ക് നമ്മുടെ സംശയങ്ങൾ ഇപ്പം നമ്മൾ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് സാറിനോട് ചോദിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതാണെങ്കിൽ നമ്മളിപ്പം ക്ലാസ്സിൽ നമ്മൾ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പം ഇൻ കേസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് നോട്ട് ചെയ്യും. ഞാൻ ചെയ്യുന്ന രീതിയാണ്. എന്നിട്ട് അടുത്ത ദിവസം ഇപ്പോൾ നമുക്ക് 1-2 ഇടപെട്ടില്ലേ ക്ലാസ് വരുന്നത്, അപ്പോൾ അടുത്ത ദിവസം സാറിനോട് നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും സാർ അത് ക്ലാരിഫൈ ചെയ്ത് തരും. അതിന് പ്രത്യേക ഒരു ടൈം എടുത്ത് തന്നെയാണ് പോകുന്നത്. ഇപ്പം ക്ലാസ്സിന് മുമ്പായിട്ട് തന്നെ ഇപ്പം തിങ്കളാഴ്ച നമ്മൾ ചെയ്യുന്നു, അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇപ്പോൾ രാവിലെ അല്ല, ആദ്യത്തെ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സാർ ചോദിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ. അപ്പോൾ ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് അന്നത്തെ ദിവസത്തെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പം അത് നമുക്കൊരു ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഏത് സമയത്തായാലും ഇപ്പം അവരെ വിളിച്ചാൽ കിട്ടണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് അധ്യാപകരുടെ നമ്പേഴ്സ് കിട്ടിയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ നിത എന്ന് പറഞ്ഞ ഒരു മാം, അങ്ങനെ 2-3 സാറിൻ്റെയും അതുപോലെ തന്നെ മാമിൻ്റെയൊക്കെ നമ്പർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ ഒരാളെ കോൺടാക്ട് ചെയ്താൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയാണ്, നമുക്ക് 2-3 പേരുണ്ടായതുകൊണ്ട് 3 പേർക്കും ഒരേപോലെ മെസ്സേജ് അയക്കുക. ആരെങ്കിലും അത് കണ്ടിട്ട് അന്നേരം തന്നെ റിപ്ലൈ തരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ആ ഒരു സംശയം നമുക്ക് അധികം നേരം നീണ്ടു പോകുന്നില്ലായിരുന്നു. ക്ലിയർ ചെയ്തായിരുന്നു പോയത്. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അവിടെ നിന്ന് അത് മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈശ്വര പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം എനിക്ക് ചെയ്യാൻ നേരത്തായി ഞാൻ എല്ലാം കേട്ടോണ്ടിരിക്കും, എനിക്ക് ചെയ്യാൻ നേരത്തായിരിക്കും ഒരുപാട് ഡൗട്ട് വരുന്നത്. അങ്ങനെ ഒരു കൂട്ടത്തിലായിരുന്നു ഞാനും. പ്രാക്ടിക്കലിലേക്ക് ഇറങ്ങാൻ നേരത്തേക്ക് നമുക്ക് ഒരുപാട് ഡൗട്ട് വരുന്നത്. പക്ഷെ അതെല്ലാം എനിക്ക് ക്ലാരിഫൈ ചെയ്ത് പോകാനായിട്ട് പറ്റിയായിരുന്നു. ഇപ്പം നമ്മുടെ മെൻറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ബേസിക്കലി എൻട്രിയിൽ ഒരുപാട് എഫേർട്ട് ഇടുന്നവരെ മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫാക്കൽറ്റീസ് ബേബി നിങ്ങൾ ആ ഒരു മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് കോൺടാക്ട് ചിലപ്പം വരുന്ന ആ മെൻറ്ററായിട്ടായിരിക്കും. നിത മാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ ഒരു മെൻറ്റർ സപ്പോർട്ടിനെ കുറിച്ച് എങ്ങനെയാണ്? ഇപ്പം ബേസിക്കലി നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പറയുക, അവർ ഓൾമോസ്റ്റ് എൻ്റെ ഒരു അറിവിൽ മിക്ക ടൈമിലും അവർ അവൈലബിൾ ആവാറുണ്ട്. അപ്പം അവരുടെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ അവരായിട്ടുള്ളൊരു കോണ്ടാക്ട് എങ്ങനെയായിരുന്നു, അതും കൂടെ ഒന്ന് പറയാം. ഞാൻ ആ സമയത്ത് അവരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് വെച്ചിരുന്നു. കാരണം എപ്പോഴായാലും എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേ ഇരുന്നായിരുന്നു. പക്ഷെ എനിക്ക് കറക്റ്റ് സമയത്ത് തന്നെ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് അത്രയൊക്കെ ആവത്തുള്ളൂ. അതിനുള്ളിൽ തന്നെ എനിക്ക് നമ്മുടെ കിട്ടുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ തോന്നിയായിരുന്നു. കാരണം നമുക്ക് പൊതുവേ എനിക്ക് തോന്നുന്നു പൊതുവേ ആളുകൾ ഡൗട്ട് ചോദിക്കാൻ ചിലപ്പോൾ ഒരു മടി ഓൺലൈൻ ക്ലാസ്സസിൽ ഉണ്ടാവാറുണ്ട്. കാരണം എല്ലാവരും ഇരിക്കുന്നുണ്ട് എന്ത് വിചാരിക്കുന്ന ചമ്മലൊക്കെ വരും. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ചമ്മലിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം നമുക്ക് എന്ത് ചോദിച്ചാലും നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞിടുന്നു. ഇപ്പം ഇൻ കേസ് മണ്ടത്തരം ആയാലും, കാരണം ഇതേപോലെ ഡൗട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ചോദിക്കാൻ പഠിച്ച് നിൽക്കുന്നവരും ഉണ്ടായിരുന്നു. അന്നേരം അവർക്കും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുമായിരുന്നു. അതുകൊണ്ട് അതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കോഴ്സ് സിലബസ് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടാണോ തോന്നിയത്? അപ്പം ഞാനത് ചോദിക്കാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പം ക്വാണ്ടിറ്റി സർവേയിങ് പോലൊരു കോഴ്സ് എടുക്കുമ്പോൾ എന്തായാലും ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, എനിക്ക് മനസ്സിലായി. അപ്പം സിലബസ് നോക്കിയ സമയത്ത് എന്തെങ്കിലും അട്രാക്ട് ചെയ്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? അത്തരത്തിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. അതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റേറ്റ് അനാലിസിസും കൂടി അതിനകത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് റേറ്റ് അനാലിസിസ്
ഇപ്പം അന്ന് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് നമ്മുടെ ആ ബാച്ചിലുള്ളവർക്ക് എല്ലാവർക്കും റേറ്റ് എങ്ങനെ ഇടും എന്നുള്ളത്, ഇപ്പം എല്ലാവരും അതിനകത്ത് കുറേ പേര് വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പം അവർക്കെല്ലാം കമ്പനിയിൽ നിന്ന് റേറ്റ് കൊടുക്കുന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് കമ്പനിയിൽ നിന്ന് റേറ്റ് ഇടുമായിരുന്നു. നമുക്ക് ആ ഒരു റേറ്റ് എങ്ങനെ ഇടും എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പം പലവർക്കും ആ റേറ്റ് അനാലിസിസ് അറിയത്തില്ല. അപ്പം അത് സെപ്പറേറ്റ് ഒരു കോഴ്സായിട്ടായിരുന്നു അവർ ആഡ് ചെയ്തിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു. എനിക്ക് തോന്നുന്നു അതിൽ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ അതിനകത്തോട്ട് കയറിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു ആ ഒരു കോഴ്സിലോട്ട്. പക്ഷെ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരുന്നുവെങ്കിൽ ബെറ്റർ ആയിരുന്നു. കാരണം അപ്പോഴത്തേന് എല്ലാവർക്കും ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ക്വാണ്ടിറ്റി എടുക്കുക മാത്രമല്ല റേറ്റും കൂടി ഇടാൻ പറ്റണമെന്നുള്ളത് മിക്കുള്ള എല്ലാവരുടെ ഒരു QSൻ്റെ ഒരു ആഗ്രഹമാണത്. അപ്പോൾ അതും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത്രയും ബെനിഫിറ്റ് ആയിരുന്നു. കാരണം എൻ്റെ ഇതിനകത്ത് നോക്കിയപ്പം കാണാം എനിക്ക് തോന്നുന്നു 10,000 ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം പെട്ടെന്ന് എനിക്കത് ബുദ്ധിമുട്ടായി വന്നതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചെന്നാൽ വേണ്ട, ഞാൻ സ്വന്തമായിട്ട് പിന്നെ യൂട്യൂബൊക്കെ നോക്കിയിരുന്ന് അങ്ങനെയായിരുന്നു പിന്നെയും ചെയ്തത് റേറ്റ് അനാലിസിസ്. നമ്മുടെ പ്രോജക്ട്സ് ഇപ്പം നേരത്തെ പറഞ്ഞു, പ്രോജക്ട്സ് ചെയ്ത സമയത്തുള്ള എക്സ്പീരിയൻസ് ഒക്കെ ജസ്റ്റ് പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് മാനേജ്? ഇപ്പോൾ ബേസിക്കലി അസൈൻമെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും പ്രോജക്ട്സ്, അപ്പോൾ അത് നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ ഹെൽപ്പ് ഡയറക്റ്റ്ലി എടുത്തിരുന്നോ, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് അത് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആ ഒരു കോഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നോ? നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരുന്നു ഓൾറെഡി. പിന്നീട് നമുക്ക് കുറച്ചും കൂടി ഒരു നോളജ് കിട്ടി ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന്. അപ്പം ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേന് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നും. കാരണം നമുക്ക് കേട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമുക്ക് അന്ന് വർക്കൗട്ടും കൂടെ ചെയ്യുമ്പം കുറേയും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. അപ്പം അടുത്ത സമയത്ത് നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് സ്പീഡ് കൂടി വന്നു. അങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റിയത് തന്നെ. ഓക്കെ. ഇപ്പം ഈ സിവിൽ ഫീൽഡിലേക്ക് എന്താ പറയുക ജോയിൻ ചെയ്ത സമയത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, നമ്മൾ പൊതുവേ സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷൻസാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ്. അപ്പം ക്വാണ്ടിറ്റി സർവേയിങ് പഠിച്ചു, അപ്പം ബേസിക്കലി നമ്മുടെ കോഴ്സ് എടുത്ത് പഠിച്ചു. അപ്പം അത് കഴിഞ്ഞ സമയത്ത് ലൈക്ക് ആ കോഴ്സ് കഴിയുന്നു, ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ള ഒരു ഐഡിയ മനസ്സിൽ തെളിഞ്ഞിരുന്നു. അപ്പോൾ ബേസിക്കലി നമ്മളെല്ലാവരും ഒരു കോഴ്സ് കഴിയുമ്പോൾ നമ്മളൊന്ന് സ്റ്റക്കാവും അല്ലേ, ഇനി എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പ്രോബബ്ലി വരും. ബട്ട് അനശ്വരയുടെ കേസ് അനശ്വര ഓൾറെഡി വർക്കിങ്ങും ആയിരുന്നു. അപ്പം ഈ ഒരു കോഴ്സ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം മുന്നിൽ തെളിഞ്ഞു വന്നുള്ളൊരു പിക്ചർ എന്തായിരുന്നു? അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഹൈറൈസ് ബിൽഡിങ്ങിലോട്ട് കയറണം, അതായിരുന്നു മെയിൻ എയിം. അതുകൊണ്ടാണ് എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ട്രിവാൻഡ്രത്ത് പല കമ്പനികളിൽ ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങി. ഏകദേശം കുറേ കമ്പനീസ് അറ്റൻഡ് ചെയ്തു. അതിൽ ഏകദേശം ഒരു 100 എടുക്കുമെന്നെങ്കിൽ ഒരു 80% കിട്ടിയിട്ടുണ്ട്, 20% പോയിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് കോൺടാക്ട് ചെയ്തത്. അതിനകത്ത് എല്ലാവരും നോക്കുകഴിഞ്ഞാൽ ഒരു ഹൈറൈസ് ബിൽഡിങ്ങിലോട്ട് കയറണമെങ്കിൽ ഒരു ഹൈറൈസ് ബിൽഡിങ്ങിൻ്റെ എക്സ്പീരിയൻസ് വേണം. ഇല്ല അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ അവർ പ്രിഫർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്ലൈ ചെയ്യുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ചിലപ്പം കിട്ടും ചിലപ്പം പോകും. അങ്ങനെയാണ് ആദ്യം ഞാൻ ഒരു കമ്പനിയിൽ വഴുതക്കാടുള്ള ഒരു കമ്പനിയിൽ കയറി. അവിടെ ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് അവിടെ നിന്നില്ല. ഞാൻ ഒരു 2 മാസത്തിനുള്ളിൽ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം പിന്നീട് ഞാൻ കാശി എന്ന് പറയുന്ന കമ്പനിയിൽ കയറുന്നത്. അവിടെ 1 വർഷത്തോളം നിന്ന്. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതും റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു നോളജ് അവിടെ നിന്ന് കിട്ടാനൊന്നുമില്ല. നമ്മുടെ നോളജ് ഉപയോഗിക്കാമെന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങോട്ട് അപ്ഡേഷൻ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് ഇങ്ങനെ എറണാകുളത്തേക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ അന്നേരം ഹസ്ബൻഡ് ഇവിടെ ജോയിൻ ചെയ്യുന്നു, ഏപ്രിൽ 2-ന് ജോയിൻ ചെയ്യുന്നു. ആ സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടംപോലെ ജോലി സാധ്യത ഉള്ളതാണ് എറണാകുളത്ത്, നീ കൂടെ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ ആദ്യം കൂൾ ഹോംസ് എന്ന് പറഞ്ഞ് അവിടെ ഞാൻ അപ്ലൈ ചെയ്തു. അത് പക്ഷേ കിട്ടിയില്ല. അത് നോക്കിയപ്പം എന്തോ നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ല. അവർ നോക്കിയ ഹൈറൈസ് ബിൽഡിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് അത് കിട്ടിയില്ലായിരുന്നു. പിന്നെ രണ്ടാമത് അറ്റൻഡ് ചെയ്തായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അതിനുശേഷം അറ്റൻഡ് ചെയ്തായിരുന്നു സ്കൈലൈൻ. അപ്പോൾ ഇവിടുന്ന് രണ്ടിനും കോൺടാക്ട് ചെയ്തിരുന്നു. സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ തോന്നിയായിരുന്നു.